അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സലാത്തൻ ദായിമത്തൻ ബിദവാമിൽ മുൽക്കില്ല. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഹത്തായ റജബ് മാസത്തിൻ്റെ അവസാനത്തെ റജബ് 27 നോമ്പിനെ സംബന്ധിച്ചാണ്. നമ്മൾ റജബ് മാസത്തിൻ്റെ തുടക്കത്തിൽ റജബിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്ന് റജബ് മാസത്തിൻ്റെ 27 നോക്കുന്ന സുന്നത്തായ നോമ്പുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? റജബ് 27 എന്ന് പറഞ്ഞാൽ അത് വലിയ അനുഗ്രഹമുള്ള ദിവസമാണ്. അതൊരുപാട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലദീ യസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇൽ മസ്ജിദിൽ അഖ്സ എന്ന് പറയുന്ന ആയത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി അവിടെ ജിബ്രീൽ സ്വലാത്തു വസ്സലാം മുഖേന അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത് നടത്തിയ സംഭവങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബുറാക്കിലൂടെ റസൂലുള്ളാഹിയെ കൂട്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോയ സംഭവങ്ങൾ നമുക്കറിയാം. അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ. അവിടെ പോയപ്പോൾ 50 നിസ്കാരമാകും നിസ്കാരത്തെ നമുക്ക് 5 ആക്കി ചുരുക്കി തന്ന കാര്യങ്ങൾ, ആ 5 നിസ്കാരത്തെ നിസ്കരിക്കുന്ന നമ്മൾ ഇപ്പോൾ 50 നിസ്കാരത്തിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളതിൻ്റെ പ്രതിഫലം കിട്ടും. 50നെ 5 ആക്കി ചുരുക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടപെടൽ കൊണ്ട് അതിനെ 5 ചുരുക്കി അവസാനം 5 ആക്കി ചരിത്രം നമുക്ക് അറിയാം. അതിലേക്കൊന്നും കടക്കല്ല. അപ്പം നാളത്തെ റജബ് 27 നോമ്പ് അത് പ്രധാനപ്പെട്ട സുന്നത്തുള്ള നോമ്പാണ്. അതറിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ വന്നിട്ടുമുണ്ട്. ആ ഒരു നോമ്പ് നോക്കുമ്പോൾ ആ ദിവസത്തിൽ അതിൻ്റെ രാത്രിയിൽ ചെല്ലേണ്ട ഒരുപാട് ദിക്റുകളുമുണ്ട്. അതൊക്കെ സുന്നത്തുള്ള ദിക്റുകളുണ്ട്. ഇസ്രായിൻ്റെ മിറാജിൻ്റെ രാത്രി, ഏത്തുൽ മിറാജിൻ്റെ രാത്രിയിൽ ചെല്ലുന്ന 100 പ്രാവശ്യം ചെല്ലുന്ന ഒരു ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അത് 100 പ്രാവശ്യം ചെല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലിം. അത് 100 പ്രാവശ്യം ചെല്ലണം. സുബ്ഹാനല്ലാഹി റൗഫ് അത് 100 പ്രാവശ്യം ചെല്ലണം. പിന്നെയാണ് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അഅ്ബുദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു വഅബൂഉ ലക ബിനിഅമതിക അലാ അലിയ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് പറയുന്ന ദിക്ർ അത് 100 പ്രാവശ്യം ചെല്ലണം. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അതൊക്കെ അതിൻ്റെ കിതാബുകൾ നോക്കി നിങ്ങളത് 100 പ്രാവശ്യം ചെല്ലിയാലും മതി. എഴുതിയെടുത്തിട്ട് ചെല്ലണം. അങ്ങനെ ആ ചെല്ലുന്നത് ലൈലത്തുൽ മിറാജിന് രാത്രി ചെല്ലൽ കുറേ പ്രധാനപ്പെട്ട ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 27 രാവാണ്. അപ്പോൾ നോമ്പ് നോക്കൽ മറന്നു പോക്കരുത്. നോമ്പ് സുന്നത്തുള്ള കാര്യമാണ്, പ്രധാനപ്പെട്ട സുന്നത്താണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവിടെ നിന്ന് തൊട്ട് ഒരു ഹദീസിൽ കാണുന്നുണ്ട്, മൻ സാമ യൗമ 27 മിൻ റജബ്, റജബ് മാസത്തിൻ്റെ 27 നോമ്പ് ആരെങ്കിലും നോക്കിയാൽ കുത്തിബ ലഹു സിയാമു 60 ശഹ്റ, 60 മാസത്തിൻ്റെ നോമ്പ് നോക്കിൻ്റെ പ്രതിഫലമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, എഴുതി വെക്കുന്നത്. ഒരു നോമ്പ് നോക്കിയാലാണ് കിട്ടുന്നത്. 60 മാസത്തൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫർദ് സുന്നത്തിൻ്റെതായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. ഒരുപാട് പ്രതിഫലമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അതൊക്കെ നിമിത്തമാകും. അങ്ങനെ റജബ് 27 നോമ്പ് നോക്കൽ പ്രധാനപ്പെട്ട സുന്നത്തുള്ള ദിവസം. റജബിൽ തന്നെ അതിൻ്റെ മാനങ്ങളിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. റജബ് മാസത്തിൽ നോമ്പ് നോക്കാനുള്ള 5 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ റജബ് മാസത്തിൽ 27 നോമ്പ് നോക്കൽ പ്രത്യേകമായ പ്രോത്സാഹനം ചെയ്ത ഹദീസ് ധാരാളമുണ്ട്. 27 നോമ്പ് നോക്കണമെന്ന് പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. അടിസ്ഥാന നോക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് നിരവാധികം പറയുന്ന 5 മാനമാണ് അതിന് പറയുന്നത്. ഒന്ന്, നോമ്പ് ഹറാമായ എല്ലാ മാസത്തിലും എല്ലാ ദിവസങ്ങളിലും നോമ്പ് ഹറാമായ മാസങ്ങളുണ്ടല്ലോ, പ്രതിഫലപ്പെട്ടതാണ്. അപ്പോൾ ഏത് ദിവസവും നോമ്പ് നോക്ക് സുന്നത്തുണ്ട്. ആ നിരക്ക് നോക്കാലോ, റജബ് 27 നോമ്പ് നോക്കാം. പിന്നെ എല്ലാ മാസത്തിൻ്റെ അവസാനത്തിൽ 3 ദിവസം നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ 27, 28, 29, 27 നോക്കാം. അതൊക്കെ പെടുന്നുണ്ട്.
പിന്നെയോ രജബ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കലോ അത് പ്രത്യേക സുന്നത്തുണ്ട്. രജബ് മാസത്തിൽ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. അത് രജബ് 27 നോമ്പ് നോക്കലോ അത് നോക്കലും സുന്നത്തുണ്ട്. അത് ഒരുപാട് ഹദീസും വന്നിട്ടുണ്ട് നോമ്പ് 27 നോക്കാന്നുള്ളത്. അങ്ങനെ ധാരാളം വിഷയങ്ങൾ രജബ് 27 കടക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ കൂടുതലായി ഒന്നും പറയുന്നില്ല. നാളെ നമുക്ക് നോമ്പ് നോക്കാനുള്ളതാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി അതുപോലെ തന്നെ അത്താഴത്തിലൊക്കെ എണീക്കണം, ഒരുപാട് ദുആ നടത്തണം. എന്നിട്ട് ശഅബാനും റമദാനൊക്കെ വൃത്തിയായി റമദാൻ നോമ്പ് നോക്കാൻ കഴിയണം. അങ്ങനെ നമ്മൾ ഒരു വർഷത്തിൽ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും കഴുകി ശുദ്ധിയാക്കി കഴിയാൻ ഈ റജബ് മാസം നമുക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനീങ്ങൾ, റജബ് മാസത്തിൽ 27 നോമ്പ് ഒരുപാട് അതിന് ഹദീസുകൾ ധാരാളമുണ്ട്. ഫിഖിൻ്റെ കിതാബിലും എല്ലാ കിതാബിലും ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. റജബ് 27 നോമ്പിൻ്റെ ശ്രേഷ്ഠത പറയുന്നുണ്ട്. 5 നോമ്പിനെ പറ്റി പറയുന്നുണ്ട്. അറഫാ ദിവസത്തെ നോമ്പ്, അതുപോലെ തന്നെ ആശൂറാൻ്റെ നോമ്പ്, അങ്ങനെ തുടങ്ങിയിട്ട് വെള്ളിയാഴ്ചൻ്റെ നോമ്പ്, എന്നിട്ട് അതിൽ പറയുന്നുണ്ട് റജബ് 27 നോമ്പ് അവിടെയും പറയുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളൊക്കെ ഫിഖിൻ്റെ മസലയിൽ എല്ലാത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് റജബ് 27 നോമ്പ് വലിയ പ്രധാനപ്പെട്ട സുന്നത്തുള്ള നോമ്പാണ്. ആ നോമ്പ് എല്ലാവരും നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹദീസിലൂടെ പറഞ്ഞല്ലോ, കുത്തിബലോ ഉസിയാമു സിത്തീന ഷഹ്റ, അവനിക്ക് അള്ളാഹു താല അവനിക്ക് എഴുതി വെക്കുന്ന എത്രയാണ്? 60 മാസത്തിൻ്റെ പ്രതിഫലം അവിടെ എഴുതി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ചെല്ലണം. അത് ചെല്ലാൻ മറന്നു പോകേണ്ട. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു 100 പ്രാവശ്യം ചെല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം 100 പ്രാവശ്യം ചെല്ലണം. സുബ്ഹാനല്ലാഹ് റൗഫ് 100 പ്രാവശ്യം ചെല്ലണം. പിന്നെ ഒരു ദുആവും 100 പ്രാവശ്യം ചെല്ലണം. മറന്നു പോകരുത്. അല്ലാഹു തആല നല്ല നിലക്ക് നാളെ നോമ്പ് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല നമുക്ക് മാഫ് ചെയ്ത് തരുമാറാവട്ടെ. എടുക്കുന്ന ജോലി അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.